ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എടുക്കാന്ന് വെച്ചാൽ വേറെ ഒക്കെയല്ല, റാഷിദാൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ചെറിയ ഗിഫ്റ്റ് മേടിക്കുന്നതിലുണ്ട്. നേരെ നമ്മൾ വിളിച്ച ഷോർ ഫിൽസിനാണ്. അപ്പോൾ നേരെ അവിടെ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ എൻ്റെ ഒരു ലക്ഷദ്വീപത്തെ ചങ്കുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആൾ നോക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ബോറടിപ്പില്ല, അവിടെ പോയിട്ട് കാണാം. ഓക്കേ, അങ്ങനെ മക്കളെ നമ്മൾ ഷോർ ഫിൽസൊക്കെ എത്തിട്ടോ. അപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ തിരിഞ്ഞതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതാ ഷോർ ഫിൽസിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് സംഭവിച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഷോറിലൊക്കെ എത്തിയിട്ട് പറട്ടോ. ഷോർ ഫിൽസൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. നമ്മൾ പെരിന്തൽമണ്ണ ഷോർ ഫിൽസ് കേട്ടോ. ഉള്ളിൽ കയറി വെക്കട്ടോ എന്തായാലും. അങ്ങനെ എത്തിട്ടോ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മൾ ഷോർ ഫിൽസൊക്കെ എത്തി. അപ്പോൾ മക്കളെ നമ്മൾ ഷോർ ഫിൽസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എല്ലാ പ്രാവശ്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മൂപ്പർ തന്നെ ഗിഫ്റ്റ് തന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നേരെ ഷോർ ഫിൽസിക്ക് വന്ന്, പക്ഷെ ഇത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ടല്ല കേട്ടോ. അങ്ങനെ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഞാൻ ഇത്രയും എൻ്റെ നാട് വല്ലപ്പോഴായിട്ട് ഇവിടെ പെരിന്തൽമണ്ണ വന്നിട്ട് ഇവിടെ വന്നിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളും കാരണം കൊണ്ടാണ് വന്നിട്ട് എടുത്തത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ലക്ഷദ്വീപിൽ നിന്ന് ഒരുത്തനെ കിട്ടി. ഓനും പൊക്കി വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വേണ്ടേ, ആണ് ഓനെയും കൊടുന്ന്. എന്തായാലും വണ്ടി ഓടിക്കാൻ ആരെങ്കിലും വേണ്ടിച്ചിട്ട് ഓനിങ്ങനെ കൊടുന്ന് സെറ്റായിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഷോർ ഫിൽസ്. നമ്മൾ വെച്ച് ചോദിച്ചില്ലേ വല്ലപ്പോൾ ഷോപ്പ് ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. ഇവിടുത്തെ ക്വാളിറ്റിയാണ്. ഇവനാണ് ഇവിടുത്തെ മുതലാളി കേട്ടോ. ഇവിടുത്തെ മുതലാളിച്ചല്ലേ ആണ്. എന്തായാലും ഇവനോട് ചോദിച്ചെന്നേ, ഇങ്ങനെ വല്ലപ്പോൾ ഉണ്ടായിട്ട് എന്തിനാ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഇവിടുത്തെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ. നമ്മളെല്ലാ പ്രാവശ്യവും ഇവിടെ നിന്നാണ് എന്തുണ്ടെങ്കിലും എടുക്കുക. അത്തരം ദൂരത്ത് 35 കിലോമീറ്റർ കടന്ന് വരണമെങ്കിൽ ഒരുപാട് മുട്ടായി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റിന് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് സാധനം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നാളെയായിട്ട് പോസ്റ്റ് ചെയ്യുക. അതാണ് സാധനം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഇതാക്കണം. ഓരോ ഗിഫ്റ്റാണ് ഇങ്ങനെയൊക്കെ. അങ്ങനെ ഇവിടെ നമുക്ക് ഗിഫ്റ്റിന് ഐറ്റംസ് എല്ലാ ഐറ്റംസും കാര്യങ്ങളുണ്ട്. ഒന്നുമില്ല, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ കോട്ടക്കൽ, അതുപോലെ തന്നെ ഇവിടെ എൻ്റെ വേറെ ഒറ്റൊന്നും കൂടെ ഉണ്ട് കേട്ടോ. നാളുണ്ട് ഇവർക്ക് ഷോപ്പ്. അപ്പോൾ ഈ സംഭവം അത്രയും ക്വാളിറ്റി ആണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കണം കേട്ടോ. ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാനോ പാക്ക് ചെയ്യാൻ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലൂടെ നല്ല ഫോട്ടോയൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഓളാട്ടപ്പെടില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഒരു ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മുട്ട കൊടുക്കാനൊക്കെ ഇവിടെ സെറ്റ് ചെയ്താൽ ഇവർ 10,000 രൂപയ്ക്കോ 7,000 രൂപ 8,000 രൂപ നിങ്ങൾ പറയുന്ന റേറ്റിൽ ഇവർ സെറ്റ് ചെയ്ത് തരും. ഇവർ ക്വാളിറ്റി അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളുണ്ടാവും ചെയ്യും കേട്ടോ. എന്തായാലും ഇതാണ് ഷോപ്പ് വരെ നമ്മൾ ഷോർ ഫിൽസ് ആണ്. ഞാൻ പറയാതിരിക്കണില്ല, എന്തായാലും ഞാൻ പറഞ്ഞ് ചടക്കണില്ല, നേരെ പോയോക്കട്ടെ. രാശേ അങ്ങനെ വിശേഷം ഇരിക്ക്, ക്ലിയറില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതാണ് ചിക്ക് കൊടുക്കുന്നത്. എടുത്ത് നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ എങ്ങനെ പ്രാവശ്യ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. അപ്പൊ നോക്കട്ടെ എന്ത് സംഭവം. ഞാൻ കാശിക്ക് വന്ന് ഞാൻ തുറന്നിട്ടില്ലല്ലോ. രാശൊന്നും എടുക്ക രാശേ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. പുറത്ത് പോ. എന്റെ ഭാഗം ഒന്നുണ്ട് ഓക്കെ. ഇല്ലല്ല ഉണ്ടായിരുന്നോ? മുട്ടായി വെറുതെ മുട്ടായി വാങ്ങിച്ചതായി.
എന്തൊക്കെ ഉണ്ടല്ലേ മുരുത്തെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ നിക്കല്ലേ ഗിഫ്റ്റ് എന്ത് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? എന്ത് നോക്കണ എനക്ക് വേണം ഗിഫ്റ്റ്. ഓളിനോട് പറഞ്ഞേ വെഡിങ് ആൻസറില്ലേ റിൻഷിക്ക് ഒരു ഗിഫ്റ്റ് എന്തിനും ചോക്ലേറ്റ് എന്തിനും മേടിച്ചെടുക്കുക ചോദിച്ചു. ഞാൻ അല്ല ഞങ്ങൾ തല്ലുടി വന്നു. എങ്ങനെയുണ്ട്? അങ്ങനെ മക്കളെ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. ഇൻഷാല്ലാ അവളെ മകൻ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ എന്താ പറയുക ഞങ്ങൾ നാളത്തെ വീഡിയോ കേട്ടോ. നമ്മളിന്ന് രാവിലെ അതിൻ്റെ ബാക്കി എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ അതാ പോകാൻ നിൽക്കുകയാണ്, കൊച്ചി പോകാൻ നിൽക്കുകയാണ് അല്ലേ? പക്ഷേ എന്തെങ്കിലും വിശേഷിച്ചതല്ലേ റാത്തല്ലേ? അപ്പോൾ എന്തുണ്ടല്ലോ അവസാനിപ്പിക്കാൻ മാത്രം കയറുള്ളൂ പ്രാവശ്യം ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ വെച്ച് കാണാനായിട്ടില്ല കേട്ടോ. കാണേണ്ട മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. ഇൻഷാല്ലാ നല്ലൊരു ഷോർട്ട് ഫിലിംസൊക്കെ പോയപ്പോൾ അവർ തന്ന സ്നേഹം കാര്യങ്ങളും അവരെ കസ്റ്റമറിനോട് പെരുമാറ്റം നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ എന്ത് ഫംഗ്ഷനും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഷോർട്ട് ഫിലിംസിന് വിളിക്കും. സംഭവമാണോ നീ അവിടെ പോയാൽ മതിടാ, നിനക്ക് വേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ആ വർത്താനേ പറയുള്ളൂ. അത് എന്തെങ്കിലും പക്ഷെ തന്നലൊക്കെ മാഷാള്ള പുള്ളിയാണ്. എന്തായാലും ഇപ്പം നമുക്ക് കല്യാണത്തിൻ്റെ പരിപാടികൾ അതുപോലെ തന്നെ വെഡിങ്ങിന് നമ്മള് കല്യാണത്തിന് കൊടുക്കാൻ അത് മുട്ട കൊടുക്കൽ ചടങ്ങോ അതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്ന ചടങ്ങ് എന്തെങ്കിലും മധുരത്തിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ എൻഗേജ്മെന്റ് ഹാമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് അവിടെ. ഒറ്റോട്ട് അവിടെ വന്നിട്ടുള്ളൂ. എന്നാലും അവർക്ക് മൊത്തം മനസ്സിലായി എങ്ങനെ സെറ്റപ്പ് നോക്കണോ. അപ്പൊ അതേപോലെ കാണുമ്പോൾ കുറച്ചെടുത്ത് പോരുമാണ് അല്ലേ? അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തായാലും അപ്പൊ എന്തായാലും ഇത് വെഡിങ് ആനിവേഴ്സറിയാണ്. കേക്കും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമ്മൾ പോയി എറണാകുളത്ത് മുറിക്കാനൊരു സെറ്റപ്പ് ഉണ്ട്. നോക്കട്ടെ അവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും. എല്ലാവരും വിഷയം മറക്കരുത്. ഇന്നലെ വ്യൂസ് കുറച്ച് കമ്മിയാണ്. അപ്പോൾ വിഷയം മറക്കരുത് അല്ലേ പക്ഷേ? അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പക്ഷേ ഇതാണ് അല്ല എയർഫോണൊക്കെ ഉണ്ടോ? നോക്കിയേ എന്തൊക്കെ ഉണ്ടല്ലോ. അണക്കോ നിൽക്കുന്നുണ്ട്. പിന്നെ എന്തെടുക്കാറുള്ളത്? എൻ്റെ ചാർജർ എടുത്തിട്ട് എടുത്തോളാം. എടുത്തോളാം. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരിക്കൽ എടുത്തോ. എടുത്തോളാം കുഴപ്പമില്ല. മുട്ടായി എടുത്തോ അവിടെ എടുത്തോ ഇറങ്ങില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ. ഐഫോൺ ചാർജർ ഈ ഷെൽഫിലുണ്ട്. ഈ ഷെൽഫിലുണ്ട്. അതായിരിക്കും കണ്ടോ? അതിന് താഴ്ത്ത് നോക്ക്, കൈയിട്ട് നോക്ക്. ഫ്രണ്ടിൽ നിൽക്കൂലല്ലോ. മാറിയേ അതിലല്ല അവിടെ തന്നെ ഐഫോൺ. മാറിക്ക് ഞാൻ അടുത്തരാം. മാറിക്ക് ഞാൻ അടുത്തരാം. അങ്ങനെ നോക്കിയാലേ കിട്ടുള്ളൂ. ഞാനാണ് ഷോക്സ് കണ്ട് ഫ്രണ്ടിൽ നിൽക്കൂലേ. നിങ്ങളല്ലാണ്ട് ഇവിടെ ആര് ഇങ്ങനത്തെ ഷോക്സ് ഒന്നും ഉപയോഗിക്കൂല. ആ ഉച്ചക്കോ കഴിഞ്ഞ പറ ബെഡൊക്കെ ഒന്ന് ശരിക്കിടാണ്. അപ്പൊ നമുക്ക് കൊച്ചിയിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്തേല് കാണാട്ടാ. അപ്പൊ അതുവരേക്കും ബൈ.